BJP ഒരു ഫാസിസ്റ്റ് ശക്തിയാണ്. തൃണമൂൽ തീർച്ചയായും അത് RSSന്റെ ഒരു സൃഷ്ടിയാണ്. പക്ഷെ അതൊരു ആശയങ്ങൾക്ക് അതീതമായ രൂപീകരണമാണ്. അതുകൊണ്ട് BJPക്കുള്ള അത്രയും ദ്രോഹം ചെയ്യാനുള്ള കഴിവ് അതിനില്ല. BJP ദേശീയ തലത്തിലും അതുപോലെ തത്വപരമായും ഒരു വലിയ ഭീഷണിയാണ്. എന്റെ ശവത്തിൽ ചവിട്ടി മാത്രമേ SII നടക്കൂ എന്ന് മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നു അവർ ജീവനോടെയുണ്ട്. SII നടന്നു കഴിഞ്ഞുവെന്ന്. പിന്നെ ഒരുപാട് മുസ്ലിങ്ങൾക്ക് അവർക്ക് അവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു. BJPക്ക് പരമ്പരാഗതമായി ബംഗാളിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടായിരുന്നില്ല. കൂടാതെ BJPയെ ബംഗാളിന്റെ ഒരു പ്രകോപനപരമായ ആഭ്യന്തര പാർട്ടിയായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മീറ്റിങ്ങിലുണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നിങ്ങളായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് യുവാക്കൾക്ക് സ്ഥാനാർത്ഥിക്ക് ഒഴികെ ഇനി CPMനോട് ആകർഷണം തോന്നാത്തത്? എൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു സെൽഫി ചോദിച്ചെത്തിയ ആളുകളെ. അവരിൽ ഭൂരിഭാഗവും യുവാക്കളായിരുന്നു. 90കൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷ സാംസ്കാരിക മുന്നേറ്റത്തിൽ ഒരു തകർച്ചയുണ്ട്. കൂടാതെ ധാരാളം യുവാക്കളെ ഞങ്ങളുടെ പരമ്പരാഗത ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് അത് ഞങ്ങളുടെ പരാജയമാണ്. പക്ഷേ ഇതിനപ്പുറം ഇടങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് യുവാക്കൾ ഞങ്ങളുടെ പ്രചാരണ പരിപാടികളിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അവർ പ്രക്ഷോഭ പ്രചാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അവർ പാട്ടുകൾ എഴുതുന്നു, അവർ പാട്ടുകൾ പാടുന്നു. അവർ യഥാർത്ഥത്തിൽ ഞങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല എന്നത് സങ്കടകരമാണ്. നിങ്ങൾ BJPയെയും PMCയെയും ആക്രമിച്ചു. അതെ. ആരാണ് നിങ്ങളുടെ വലിയ ശത്രു എന്ന് നിങ്ങൾ കരുതുന്നു? ദേശീയമായി അല്ലെങ്കിൽ അടിസ്ഥാനപരമായി അത് BJP ആണെന്ന് ഞാൻ കരുതുന്നു. കാരണം BJP ഒരു ഫാസിസ്റ്റ് ശക്തിയാണ്. അതേസമയം തൃണമൂൽ തീർച്ചയായും അത് RSSന്റെ ഒരു ബുദ്ധികേന്ദ്രമാണ്. പക്ഷേ അതൊരു പ്രത്യയശാസ്ത്രാനന്തര രൂപീകരണമാണ്. അതുകൊണ്ട് BJPക്കുള്ള അത്രയും ദ്രോഹം ചെയ്യാനുള്ള കഴിവ് അതിനില്ല. പിന്നെ ഇപ്പോൾ ഹിന്ദുത്വ ഭരണം അധികാരത്തിൽ വരുന്നതോടെ അവർ കേന്ദ്ര സർക്കാരിൽ തുടരുന്നതിലൂടെയും അവർ ഭരണഘടനയെയും സംസ്ഥാന സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്ന രീതിയും വെച്ച് തീർച്ചയായും ദേശീയ തലത്തിലും തത്വപരമായും BJP ഒരു വലിയ ഭീഷണിയാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇവരെ ബംഗാളിൽ തൃണമൂൽ ഒരു സഖ്യകക്ഷിയല്ലാതെ മറ്റൊന്നുമല്ല. തൃണമൂൽ അവർ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്യാൻ BJPയെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുഴുവൻ കേന്ദ്ര സേനകൾ കേന്ദ്രത്തിന്റെ മുഴുവൻ ശക്തിയും മമതാ ബാനർജിക്കെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന് തോന്നുന്നു. ED, സുരക്ഷാ സേനകൾ, ആഭ്യന്തര മന്ത്രി ഇവിടെയുണ്ട്. പ്രധാനമന്ത്രി ഒന്നിലധികം തവണ സന്ദർശനം നടത്തുന്നു. ക്യാബിനറ്റ് മന്ത്രിമാർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നു. ബംഗാളിലെ ജനങ്ങൾ എവിടെയെങ്കിലും മമതാ ബാനർജിയോട് ഒരുതരം സഹതാപം പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതായത് നിങ്ങൾക്കറിയാമല്ലോ, അവർക്ക് വേണ്ടി പോരാടുന്ന ഈ ബംഗാൾ കടുവയാണ് അവരെന്നും അവരോട് പെരുമാറുന്ന രീതി കണ്ടില്ലേ എന്നും. ആളുകൾ വോട്ട് ചെയ്യുന്ന രീതിയെ സ്വാധീനിച്ചേക്കാവുന്ന ഒരു സഹതാപം അവരോട് വളർന്നു വരുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് മമതാ ബാനർജി ആളുകൾ വിശ്വസിക്കണമെന്ന് ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു ആഖ്യാനമാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നിങ്ങൾ EDയുടെയും CBIയുടെയും പങ്കിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതെ, ജയിലിലായ തൃണമൂൽ പാർട്ടിയുടെ 3 പേരുണ്ട്. 3 മന്ത്രിമാരായ പ്രമുഖ അംഗങ്ങൾ. എന്നാൽ അവരിൽ ഒരാൾ പോലും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പാർത്ഥ ചാറ്റർജി, നിങ്ങൾക്കറിയാമായിരിക്കും, 26,000 വിദ്യാർത്ഥികൾ പിന്നീട് അധ്യാപകരായവർ അവരുടെ ജോലി എടുത്തു കളയപ്പെട്ടു. പിന്നെ ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ കട്ടിനടിയിൽ ഏകദേശം 100 കോടി രൂപ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും EDക്കും CBIക്കും ആ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ശരിക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് കേന്ദ്ര സർക്കാരിനോട് ചോദ്യം ചോദിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവരുടെ ഈ ആക്ടിവിസം വെറുമൊരു പ്രഹസനമാണോ? അവർക്ക് എന്തെങ്കിലും കാര്യക്ഷമമായി ചെയ്യണമെന്ന ആഗ്രഹമുണ്ടോ എന്നത്. അതിനാൽ കേന്ദ്ര സർക്കാരും ഇവിടുത്തെ മമതാ ബാനർജി സർക്കാരും നിങ്ങൾക്കറിയാമോ, ജനങ്ങളുടെ മുന്നിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ശത്രുതയിലാണെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ തൃണമൂലും BJPയും ഒരു ജനവിരുദ്ധ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് എന്നാണ്. എന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതായി തോന്നുന്നത് അതല്ല. ഞങ്ങൾ സംസാരിച്ച ആളുകൾക്ക് മമതാ ബാനർജിയോട് വലിയ സഹതാപമുണ്ട്. ഇതെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് അവർ പറയുന്നു. ഒരുപക്ഷെ നിങ്ങളിവിടെ അടുത്തുള്ള തങ്ങൾ ചിന്തിക്കുന്നതെന്തും സംസാരിക്കാൻ ഭയമില്ലാത്ത ചില ആളുകളോടും സംസാരിക്കേണ്ടതുണ്ട്. ഒരാഴ്ച മുൻപ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു മധുവാ സ്ത്രീ. ഞങ്ങൾ പ്രചാരണം നടത്തുമ്പോൾ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് അവരെ വളരെ നന്നായി അഭിവാദ്യം ചെയ്യുകയും എല്ലാമൊക്കെ ചെയ്തു. എന്നിട്ട് അവർ ഇതുപോലൊരു TV-യിൽ ഒരു ബൈറ്റ് കൊടുത്തു. അതെ, ഞങ്ങളെല്ലാവരും മമതാ ബാനർജിക്കും തൃണമൂലിനും ഒപ്പമാണ്. പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം തിരികെ വരണമെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾക്ക് അവർക്കെതിരെ സംസാരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ ജോലിയും സുരക്ഷയും എല്ലാം നഷ്ടപ്പെടും. 1-2 ദിവസത്തിനുള്ളിൽ തൃണമൂൽ കൗൺസിലർ അവരുടെ വീട്ടിൽ പോയി. അവരെ കൗൺസിലറുടെ ഓഫീസിലേക്ക് വലിച്ചിരിച്ചു കൊണ്ടുപോയി മാപ്പ് പറയിപ്പിച്ചു.
അപ്പോൾ മമതാ ബാനർജി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തരം ഭീകരതയാണിത്. അതിനാൽ ആളുകൾ പറയുന്നതെല്ലാം സ്നേഹം കൊണ്ടാകണമെന്നില്ല, അത് ഭയം കൊണ്ടുമാകാം. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു ദുഷ്കരമായ ദൗത്യമായി തോന്നുന്നുണ്ട്? അതെ അതെ, അതിലൊരു നിഷേധവുമില്ല. പിന്നെ നമ്മളൊരു എളുപ്പമുള്ള പോരാട്ടം തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് എപ്പോഴും തൃണമൂലിലോ BJPയിലോ ചേരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് BJPയിൽ ചേരാം, എന്നിട്ട് പറയാം, അറിയാമല്ലോ എന്തൊക്കെ മോശം കാര്യങ്ങളുണ്ടെങ്കിലും, പക്ഷെ ഞങ്ങൾക്ക് മമതാ ബാനർജിയെ തോൽപ്പിക്കണം, അതുകൊണ്ട് ഞങ്ങൾ അവരോടൊപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൃണമൂലിൽ പോയിട്ട് പറയാം, BJP ഫാസിസ്റ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾക്ക് അവരെ ചെറുക്കണം, അതുകൊണ്ട് അവർ ആളുകൾക്ക് പോകാൻ കഴിയുന്ന വളരെ സൗകര്യപ്രദമായ ക്ലബ്ബുകളോ അല്ലെങ്കിൽ 2 സൗകര്യപ്രദമായ ബാങ്കുകളോ ആണ്. പക്ഷെ ഞങ്ങൾ മറുവശമാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങൾ ബദൽ പക്ഷമാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങൾ ജനങ്ങളുടെ പക്ഷമാണ് തിരഞ്ഞെടുത്തത്. രാഷ്ട്രീയപരമായി CPMന്റെ ഭാഗതയും നിങ്ങൾ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും അതിനു മുൻപത്തെ തെരഞ്ഞെടുപ്പിനും ശേഷം ബംഗാളിൽ അതൊരു ശക്തി ക്ഷയിച്ചതുപോലെയാണ്. അങ്ങനെയല്ല. ഇല്ല, പക്ഷേ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ആത്യന്തികമായി അത് തന്നെയാണല്ലോ. അതൊരു ഉപയോഗം കഴിഞ്ഞ് വെടിയുണ്ട പോലെ തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അവസാനത്തെ കണക്കുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുർഷിദാബാദിൽ മുഹമ്മദ് സലീം രണ്ടാമതെത്തിയതായി നിങ്ങൾക്ക് കാണാം. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുർഷിദാബാദിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഒരുതരം കലാപം സൃഷ്ടിച്ച ഹുമയൂൺ കബീർ കോൺഗ്രസിൽ നിന്നുള്ള ആദിർ രഞ്ജൻ ചൗധരിക്കോ CPMൽ നിന്നുള്ള മുഹമ്മദ് സലീമിനോ ജയിക്കാൻ കഴിയാതിരിക്കാൻ അവിടെ ഒരു ഹിന്ദു മുസ്ലിം ദ്വന്ദ്ം ഉറപ്പാക്കുക എന്നത് മമതാ ബാനർജിയുടെ പദ്ധതിയായിരുന്നുവെന്ന് ഒരു തരത്തിൽ സമ്മതിക്കുകയോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ ചെയ്തതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത്ര അപ്രസക്തരായിരുന്നെങ്കിൽ മമതാ ബാനർജി ഇത്രയധികം പ്രയത്നിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മത്സരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ 86,000 വോട്ടുകൾ കൂടുതൽ ലഭിച്ചുവെന്ന് ഞാൻ ഓർക്കുന്നു. 86,000 ആളുകൾ, അതൊരു തമാശയല്ല. കാണുന്നത്ര എളുപ്പമല്ല അതെന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ കയ്യിലൊരു മാന്ത്രിക വടി ഉള്ളതുപോലെയല്ല. നിങ്ങൾക്കറിയാമല്ലോ, അതൊന്ന് വീശിയാൽ എല്ലാം ശരിയാകുമെന്ന്. പക്ഷേ ഞങ്ങൾ കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് കുറച്ച് സമയം എടുത്തേക്കാം, പക്ഷേ ഒടുവിൽ അവസാന വാക്ക് ഞങ്ങളായിരിക്കും പറയുക. എന്താണ് നിങ്ങൾ മത്സരിക്കുന്ന നിങ്ങളുടെ സ്വന്തം മണ്ഡലത്തിൽ നിങ്ങൾ എന്തിനെതിരെയാണ് പോരാടുന്നത്? ഞങ്ങൾ തൃണമൂലിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രബാബു ഭട്ടാചാര്യയുടെ സിൻഡിക്കേറ്റ് ഭരണത്തിനെതിരാണ്. അവർ ധാരാളം ടോലാബാജിയും നിങ്ങൾക്കറിയാമല്ലോ ഭീഷണിപ്പെടുത്തി പണം തട്ടലും മുനിസിപ്പാലിറ്റിയിൽ ധാരാളം അഴിമതിയുമുണ്ട്. നോക്കൂ, ഞങ്ങളുടെ മുനിസിപ്പൽ സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ്. ഞങ്ങളുടെ മുനിസിപ്പൽ ആശുപത്രികൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം ശുചീകരണമാണ്. റോഡുകൾ ശരിയായി നിർമ്മിച്ചിട്ടില്ല. 1 വർഷം മുൻപ് മാത്രം ഒരു ചെറിയ പെൺകുട്ടി അവളുടെ സ്വന്തം വീടിനുള്ളിൽ മുങ്ങി മരിച്ചു. കാരണം അത്രയധികം വെള്ളക്കെട്ടുണ്ടായിരുന്നതിനാൽ വീട് പോലും മുങ്ങിപ്പോയിരുന്നു. അപ്പോൾ മിസ്സിൻ്റേതുപോലുള്ള ഒരു ഹെവി വെയ്റ്റ് മണ്ഡലത്തിന്റെ അവസ്ഥ അതാണ്. ചന്ദ്രിമ ഭട്ടാചാര്യ അവരൊരു മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായും പോരാടുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ ആ 15 വർഷത്തെ ഭരണത്തിന്റെ പരാജയത്തിനെതിരെയാണ്. ഞങ്ങൾ തൊഴിലില്ലായ്മയ്ക്ക് എതിരെയും പോരാടുകയാണ്. എൻ്റെ തലമുറയിലെ മിക്ക ആളുകൾക്കും ജോലിയില്ല. അപ്പോൾ പിന്നെ CPMും തൃണമൂലും ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ്. ഈ പൊരുത്തക്കേടുകൾ നിങ്ങളുടെ വോട്ടർമാരോട് എങ്ങനെ വിശദീകരിക്കും? കേരളത്തിൽ ഒരു തലത്തിൽ നിങ്ങൾ ഒരുമിച്ചാണ്, മറ്റൊന്നിൽ നിങ്ങൾ പരസ്പരം പോരടിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ കോൺഗ്രസും CPMും. കേരളത്തിൽ കോൺഗ്രസും CPMും രണ്ടും ഇന്ത്യൻ ബ്ലോക്കിലാണ്. പക്ഷേ നിങ്ങൾ ഇതെങ്ങനെ കാരണം ഞങ്ങൾ പറയുന്നത് ഇതൊരു വൈരുദ്ധ്യമാണെന്നാണ്. ഞങ്ങൾ ഇന്ത്യ ബ്ലോക്ക് എന്നത് BJPക്കെതിരായ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഏറ്റുമുട്ടലോ ഒരു സംഭാഷണമോ നടക്കാത്ത ഒരിടവും ഞങ്ങൾ ബാക്കി വെക്കുന്നില്ല എന്ന് അതിനർത്ഥമില്ല. ബംഗാളിൽ BJP ഒരു പ്രധാന ശക്തിയാകരുത്. ബംഗാളിൽ 2 പക്ഷങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് മതേതര പാർട്ടികളായിരിക്കണം. അത് എപ്പോഴും അങ്ങനെയായിരുന്നു. പരമ്പരാഗതമായി BJPക്ക് ബംഗാളിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ BJPയെ ബംഗാളിന്റെ ഒരു ഇൻസൈഡർ പാർട്ടിയായി കണക്കാക്കുന്നുമില്ല. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം SIRനെ കുറിച്ചാണ്. വെസ്റ്റ് ബംഗാളിൽ SIR ഇപ്പോൾ സംഭവിച്ച രീതി സംഭവിച്ചിരുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം അതെന്തായിരുന്നാലും വ്യത്യസ്തമാകുമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്നാമതായി ഞാൻ കരുതുന്നത് SIR എൻ്റെ ഒരുപാട് സഹപൗരന്മാർക്ക് അവരുടെ വോട്ടവകാശം നഷ്ടമായി എന്ന് ഉറപ്പുവരുത്തി. അതുകൊണ്ട് ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട്, ഈ വോട്ടവകാശം വെറുമൊരു കാര്യമല്ല, അത് നിസ്സാരമായി കാണാൻ പാടില്ല. നിങ്ങളത് വിനിയോഗിക്കണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയും. 1, ആളുകൾ അവരുടെ വോട്ടവകാശത്തെക്കുറിച്ച് ബോധവാന്മാരായി. 2, തൃണമൂലിനോ BJPക്കോ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ ഈ സർക്കാരുകളൊന്നും തങ്ങളുടെ കൂടി നിൽക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. പുണ്ടാസുവൽ അവർ BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. SIRന് ശേഷം പഞ്ചാസുകൾക്ക് അവരുടെ ഭൂരിഭാഗം നിങ്ങൾക്കറിയാമോ വോട്ടവകാശങ്ങളും നഷ്ടപ്പെട്ടു.
അതുപോലെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത് അവരുടെ മൃതദേഹത്തിന് മുകളിലൂടെ മാത്രമേ SIR നടപ്പാക്കൂ എന്നാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് അവർ ജീവനോടെയുണ്ട് SIR നടപ്പിലാവുകയും ചെയ്തു. അതുകൊണ്ട് ഒരുപാട് മുസ്ലിങ്ങൾക്ക് അവർക്ക് അവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ബംഗാളിലെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു മസിഹ കളിക്കാൻ ശ്രമിച്ച ഈ രണ്ടുപേരും പരാജയപ്പെട്ടു. അതുകൊണ്ട് അവർക്കിപ്പോൾ ചിന്തിക്കേണ്ട സമയമായി എന്ന് ഞാൻ കരുതുന്നു. SIR കാരണം CPM-ന് നഷ്ടം സംഭവിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉദാഹരണത്തിന് TMC തങ്ങൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നിയതുകൊണ്ട് TMCക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ചില മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇപ്പോൾ TMCക്ക് വോട്ട് ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല. കാരണം അവർ ഒറ്റപ്പെട്ടതായി തോന്നുന്നു. അവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ BJP അധികാരത്തിൽ വരുമെന്ന് അവർക്ക് തോന്നുന്നു. അത് 2021 ആളുകൾക്ക് ആ ഭയമുണ്ട്. ഇത്തവണ ആ ഭയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, മുർഷിദാബാദ്, മാൽഡ്, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു ഫലം കാണും. ബംഗാളിലെ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ഭയം കൊണ്ട് വോട്ട് ചെയ്യുന്നത് നിർത്തി. അവരിപ്പോൾ ഭയം കൊണ്ട് വോട്ട് ചെയ്യുന്നത് നിർത്തിയിരിക്കുന്നു. അവരുടെ അവകാശങ്ങൾക്കായി വോട്ട് ചെയ്യാൻ പോകുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിനായി വോട്ട് ചെയ്യാൻ പോകുന്നു. അവരുടെ തൊഴിലിനായി വോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പിന്നെ അവരെ ആർക്ക് വോട്ട് ചെയ്യും? ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അവർക്ക് ശക്തിയുള്ള എല്ലായിടത്തും.